ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 85. അൽഫയോസിൻ്റെ പുത്രൻ ജെയിംസ് ശിഷ്യന്മാരുടെ ഗണത്തിൽ സ്വീകരിക്കപ്പെടുന്നു. കഫർനാമിൽ ഇന്ന് ചന്ത ദിവസമാണ്. സമയം പ്രഭാതം. കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് ചന്ത നിറഞ്ഞിരിക്കുന്നു. തടാകത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈശോ നടന്നു വരുന്നു. തൻ്റെ സഹോദരന്മാരായ യൂദായും ജെയിംസും നടന്നു വരുന്നത് കണ്ട് വേഗം നടന്നു ചെന്ന് അവരെ ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങളുടെ പിതാവിന് എങ്ങനെ? എന്താണ് സംഭവിച്ചത്? അപ്പൻ്റെ ജീവിതത്തിൽ പുതിയതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, ജെയിംസ് പറയുന്നു. ഞാൻ ചോദിച്ചു, അപ്പൻ എന്തുകൊണ്ടാണ് എനിക്കെതിരായിരിക്കുന്നത്? അവനാണ് പ്രവാചകനെങ്കിൽ, മിശിഹ എങ്കിൽ അവൻ്റെ സ്വന്തം കുടുംബക്കാർ അവനെതിരായിരുന്നല്ലോ എന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്തിന്? ലോകം അവനെ അനുഗമിച്ചു, അവൻ്റെ കുടുംബക്കാർ അത് ചെയ്തില്ല. അപ്പൻ പറയുന്നത് പോലെ ഈശോയ്ക്ക് മാനസിക രോഗമാണെങ്കിൽ കുടുംബക്കാരായ നമ്മൾ ഈശോയോട് കൂടെ ഉണ്ടായിരിക്കേണ്ടതല്ലേ? ഇങ്ങനെ മാനുഷികമായ രീതിയിൽ ഞാനും തർക്കിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധനായിട്ടാണ് അങ്ങയെ ഞങ്ങൾ കരുതുന്നതെന്ന് അങ്ങേക്കറിയാമല്ലോ. ഞാൻ ഇങ്ങു പോന്നു. ഈശോ വേണമോ കുടുംബം വേണമോ? ഞാൻ അങ്ങയെ തിരഞ്ഞെടുത്തു. അവിടുന്ന് എന്നെ സ്വീകരിക്കുന്നെങ്കിൽ ഇതാ ഞാൻ. നമ്മൾ ഈ സ്ഥിതി വരെ എത്തിയോ? ജെയിംസ്, എൻ്റെ പ്രിയ ജെയിംസ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ഇത്രയും സഹിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനായ ഈശോ നിന്നോടൊപ്പം കരയുന്നു, എന്നാൽ വചനമായ ഈശോ നീ നിമിത്തം ആനന്ദിക്കുന്നു. വരൂ, ദൈവത്തെ മനുഷ്യരുടെ പക്കലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ സന്തോഷം മണിക്കൂർ തോറും നിന്നിൽ വർദ്ധിച്ചു വരട്ടെ. അതിൻ്റെ അത്യുച്ഛതയിലെത്തി പൂർത്തീകരിക്കപ്പെടുന്ന അവസാന നിമിഷം വരെ, സ്വർഗത്തിലെ നിത്യതയിലെത്തുന്നത് വരെ അത് വർദ്ധിച്ചു വരട്ടെ. ഈശോ അല്പം അകലെ മാറി നിന്നിരുന്ന ശിഷ്യരെ വിളിക്കുന്നു. എൻ്റെ സ്നേഹിതരെ വരൂ. എൻ്റെ സഹോദരൻ ജെയിംസ് എൻ്റെ സ്നേഹിതരിൽ ഒരാളായിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെയും സ്നേഹിതനായിരിക്കുന്നു. ഈ മണിക്കൂറിനും ദിവസത്തിനും വേണ്ടി ഞാൻ എത്രയോ ആഗ്രഹിച്ചു. കാരണം ജെയിംസ് എൻ്റെ ബാല്യകാലത്ത് ഒരു ഉത്തമ സുഹൃത്തും എൻ്റെ യൗവനത്തിൽ ഒരു നല്ല സഹോദരനുമായിരുന്നു. പുതു ശിഷ്യനായ ജെയിംസിനെയും യൂദാസിനെയും ശിഷ്യഗണം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിന്നെ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു, പക്ഷേ നീ തടാകത്തിലായിരുന്നു. ജെയിംസ് പറഞ്ഞത് ശരിയാണ്. പത്രോസിൻ്റെയും മറ്റുള്ളവരുടെയും കൂടെ 2 ദിവസം തടാകത്തിലായിരുന്നു. പത്രോസ് ഇപ്രാവശ്യം കുറേ അധികം മത്സ്യം പിടിച്ചു. ഈശോ പറഞ്ഞു, ശരിയാണ്, എന്നാൽ എനിക്ക് വിഷമം വരുന്നത് അതാ. അവിടെ കൂടിയിരിക്കുന്ന ആ കള്ളന് കുറേ അധികം പണം കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ് പത്രോസ് മത്തായിയെ ചൂണ്ടിക്കാണിക്കുന്നു. കരത്തിന് കൂടുതൽ കുറവുണ്ടായിരിക്കുമല്ലോ. കൂടുതൽ മത്സ്യമുള്ളപ്പോൾ കൂടുതൽ കരം കൊടുക്കുന്നു, നമ്മൾ കൂടുതൽ സമ്പാദിക്കുന്നു. അങ്ങനെയല്ല ഗുരു, അയാൾ കരത്തിൻ്റെ 4 ഇരട്ടിയാണ് വാങ്ങിയിരിക്കുന്നത്. ആകട്ടെ പത്രോസേ, നമുക്കവിടെ വരെ പോകാം. അവരോട് പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചുങ്കം പിരിക്കുന്നിടത്ത് ധാരാളം ആളുകളും കാണുമല്ലോ. ആ ചുങ്കക്കാരൻ്റെ ഹൃദയത്തിലേക്ക് കുറച്ച് സത്യസന്ധത കടന്നു ചെന്നേക്കാം. അതേക്കുറിച്ച് ഒട്ടും വിചാരിക്കപ്പെടേണ്ട. അവൻ്റെ ചീങ്കണ്ണി തൊലിക്കകത്തേക്ക് അങ്ങയുടെ വാക്കുകൾ കടന്നു പോകില്ല. നമുക്ക് നോക്കാം. അവർ ചന്തസ്ഥലത്തെത്തി. പണം എൻ്റെ കയ്യിലേക്ക് തരൂ, ഇന്ന് ഞാൻ കൊടുക്കാം, ഈശോ പറയുന്നു. ഈശോ കാത്തുനിന്നു. തൻ്റെ ഊഴമായപ്പോൾ ചുങ്കക്കാരനോട് പറയുന്നു, യോനായുടെ മകൻ സൈമൻ്റെ 8 കുട്ട മത്സ്യത്തിൻ്റെ കരമാണ് ഞാൻ അടയ്ക്കുന്നത്. വേണമെങ്കിൽ വന്ന് പരിശോധിക്കാം. എന്നാൽ സത്യസന്ധതയുള്ള ആളുകൾ പരസ്പരം വാക്കുകൾ വിശ്വസിക്കണം. ഞാൻ സത്യസന്ധനാണെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. എത്രയാണ് ഞാൻ തരേണ്ടത്? 2 കൊണ്ട് കാര്യങ്ങൾ നടത്തിയിരുന്ന മത്തായി എഴുന്നേറ്റു. ആൾ ചെറുതാണ്, ഏകദേശം പത്രോസിൻ്റെ പ്രായം കാണും. എന്നാൽ ജഡികനായ ഒരുവൻ്റെ ക്ഷീണിതമായ മുഖഭാവമാണുള്ളത്. ആകെ ഒരു പരിഭ്രമം. ആദ്യം അയാൾ തല താഴ്ത്തി നിന്നു, പിന്നീട് തല ഉയർത്തി ഈശോയെ നോക്കി. ഈശോ ഗൗരവത്തോടെ അയാളെ സൂക്ഷിച്ചു നോക്കുന്നു. അയാളെ സ്വാധീനപ്പെടുത്തുന്ന ഒരു നോട്ടം. ഗുരുവിൻ്റെ ശിഷ്യന് പണമൊന്നും വേണ്ട, മത്തായി പറയുന്നു. അനന്തരം താഴ്ന്ന സ്വരത്തിൽ ഇങ്ങനെയും, എൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതിനെ എൻ്റെ ആത്മാവിൽ ഞാൻ ശേഖരിക്കുന്നു, കാരണം ഞാൻ പാപികളെ ശേഖരിക്കുകയാണ്. എന്നാൽ നീ എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യം നോക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തിരിഞ്ഞു നടക്കുന്നു. അവിടെ നിന്ന് ഏകദേശം 10 മീറ്റർ അകലെയുള്ള ഒരു വൃക്ഷത്തിൽ ചാരി നിന്ന് പ്രസംഗിക്കുന്നു. ലോകത്തെ ഒരു വലിയ കുടുംബത്തോട് താരതമ്യപ്പെടുത്താവുന്നതാണ്. ഈ ലോകത്തിലെ അംഗങ്ങൾ വിവിധ ജോലികളിൽ ഏർപ്പെടുന്നു. ആ ജോലികളെല്ലാം ആവശ്യമാണ്, എല്ലാം പരിശുദ്ധവുമാണ്. എന്നാൽ സാത്താൻ എല്ലാ വശങ്ങളിലും നിന്ന് പരീക്ഷിച്ചാൽ അവർ എങ്ങനെ അവ ചെയ്യും?
ദൈവത്തിങ്കിലേക്ക് ചിന്തകൾ തിരിച്ചുവിട്ടാൽ അവ ചെയ്യാൻ കഴിയും. ദൈവം ഏറ്റവും നിഗൂഢമായ പ്രവൃത്തികൾ പോലും കാണുന്നു. ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് കണ്ണുവച്ചാൽ അത് സാധിക്കും. നിയമം പറയുന്നു, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ നീ സ്നേഹിക്കുക. നിന്നോട് മറ്റുള്ളവർ ചെയ്യരുതെന്ന് നീ ആഗ്രഹിക്കുന്നവ നീ മറ്റുള്ളവരോടും ചെയ്യരുത്. യാതൊരു വിധത്തിലും മോഷണം നടത്തരുത്. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ പറയൂ, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പണസഞ്ചികൾ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ആത്മാവിന് ഒരു ചെറു നാണയം പോലും കൂടെ ഉണ്ടാവില്ല. പോരാ, ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ ഗൗരവമായി പറയുന്നു, സമ്പത്ത് സത്യസന്ധമായി നേടിയവയായാലും പിതൃസ്വത്തായി നേടിയതായാലും ഇത് സാധാരണയായി സ്വർഗം നഷ്ടപ്പെടുവാൻ ഇടയാക്കുന്നു. കാരണം തൻ്റെ സമ്പത്ത് സത്യസന്ധമായി ഉപയോഗിക്കുവാൻ കുറച്ചു പേർക്കേ അറിയാവൂ. അപ്പോൾ പർദീസ ലഭിക്കുന്നതിനും പിതാവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നതിനും എന്താണ് ചെയ്യേണ്ടത്? സ്വത്തിനോട് അത്യാഗ്രഹം പാടില്ല. സ്വർഗത്തെക്കാളും ആവശ്യത്തിലിരിക്കുന്ന അയൽക്കാരനേക്കാളും സമ്പത്തിനെ സ്നേഹിക്കരുത്. സ്വത്ത് നേടിത്തരുന്ന കാര്യങ്ങൾ, അതായത് സ്ത്രീകൾ, സുഖം, വിലയേറിയ ഭോജ്യപാനീയങ്ങൾ, വിശേഷമായ വസ്ത്രങ്ങൾ, ഇവ വിശപ്പും തണുപ്പും സഹിക്കുന്ന ദരിദ്ര സഹോദരങ്ങളോടുള്ള അവജ്ഞയെ കാണിക്കുന്നു. ഇതുപോലുള്ള എല്ലാറ്റിനെയും പരിത്യജിക്കുക. സത്യസന്ധമായി മാത്രമേ പണം സമ്പാദിക്കാൻ പാടുള്ളൂ. അനീതിയിൽ സമ്പാദിച്ചത് തിരിച്ചു കൊടുക്കണം. മിതവ്യയം ശീലിക്കണം. പണത്തോട് നിസ്സംഗതാഭാവം കാണിക്കണം. കാരണം ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും അത് നമ്മെ വിട്ടുപിരിയും. എന്നാൽ സൽപ്രവർത്തികൾ ഒരിക്കലും നമ്മെ വിട്ടുപോവുകയില്ല. എന്തിനു വേണ്ടി നാം പാപം ചെയ്തുവോ അതിനോടുള്ള മോഹം നിലനിൽക്കുന്നിടത്തോളം കാലം യഥാർത്ഥ അനുതാപം ഉണ്ടാവുകയില്ല. എന്നാൽ ഒരു മനുഷ്യൻ സ്വയം താഴ്ന്ന് സ്ത്രീ, സ്വർണം ഇത്യാദി എല്ലാ ദുരാശകളെയും അവയോടുള്ള ബന്ധങ്ങളെയും തകർത്ത്, കർത്താവെ, അങ്ങേക്കായി ജീവിക്കുവാൻ വേണ്ടി ഇവയൊന്നും ഞാൻ നേടുകയില്ല എന്ന് പറയുമ്പോൾ അവൻ യഥാർത്ഥമായ അനുതാപം ഉള്ളവനാണ്. അപ്പോൾ അവനെ സ്വീകരിച്ചുകൊണ്ട് ദൈവം പറയും, വരൂ, നിഷ്കളങ്കനായ ഒരു ശിശുവിനെ പോലെ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ ധീരനാണ്. ഈശോ പ്രസംഗം നിർത്തി മത്തായിയെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കടന്നു പോകുന്നു. പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ മത്തായി ശ്രോതാക്കളുടെ വലയത്തോട് ചേർന്ന് നിന്നിരുന്നു.